അയൽ രാജ്യങ്ങളിലെ സാധാരണക്കാരുടെ മേൽ ബോംബുകൾ വർഷിച്ച് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന പാകിസ്ഥാന്റെ ഇത്തരം ഭീരുത്വപരമായിട്ടുള്ള നടപടികളെ അസന്നിഗ്ധമായി അപലപിച്ചുകൊണ്ട് അഫ്ഗാൻ ജനതയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിലെ അഫ്ഗാൻ താലിബാന് അന്താരാഷ്ട്ര വേദികളിൽ ഇടമില്ല. അതുകൊണ്ട് അഫ്ഗാന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് നൽകാവുന്ന ഏറ്റവും ശക്തമായ താക്കീതാണ് ഭാരതം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാരാണ് ഈ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇത് കേവലം അഫ്ഗാനിസ്ഥാന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഈ മേഖലയുടെ ആകെ സമാധാനത്തിനും സുരക്ഷയ്ക്കും പാകിസ്ഥാൻ ഉയർത്തുന്ന നേരിട്ടുള്ള ഭീഷണിയാണെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് അഫ്ഗാനിസ്ഥാനിലെ പക്തിക, കുനാർ എന്നീ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ സൈന്യം കരവ്യോമ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. അതിർത്തിയിലെ സായുധ സംഘങ്ങളെയും ആക്രമികളെയും ലക്ഷ്യമിട്ടിട്ടാണ് ഈ സൈനിക നടപടി എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന ന്യായീകരണം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഐക്യരാഷ്ട്രസഭ പോലും സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം 36 സാധാരണക്കാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 160-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ കൂടുതലും യാതൊരു തെറ്റും ചെയ്യാത്ത സ്ത്രീകളും കുട്ടികളുമാണ്. ഈ ദാരുണ ചിത്രങ്ങൾ അഫ്ഗാൻ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തിനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇങ്ങനൊരു ക്രൂര ആക്രമണം നടത്തിയത്? ഇതിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. രാജ്യത്തിനകത്തെ തങ്ങളുടെ വൻ പരാജയങ്ങളും ഭരണകൂടത്തിന്റെ കഴിവുകേടും ജനങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ വളരെ വില കുറഞ്ഞതും ഉത്തരവാദിത്വമില്ലാത്തതുമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണിത്. സ്വന്തം രാജ്യത്ത് സമാധാനം നിലനിർത്താൻ കഴിവില്ലാത്ത ഒരു പരാജയപ്പെട്ട ഭരണകൂടം അയൽ രാജ്യത്തെ നിരപരാധികൾക്ക് നേരെ ആക്രമണം നടത്തി ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ദാരുണ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിച്ച ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പമാണ് തങ്ങളെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഇന്ത്യ ആശംസിച്ചു. ഈ മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയും ഉത്തരവാദിത്തമുള്ള രാജ്യവും എന്ന നിലയിൽ ഇത്തരം നടപടികളോട് ഇന്ത്യ മൗനം പാലിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. ദക്ഷിണേഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് നൽകാവുന്ന ഏറ്റവും ശക്തമായ താക്കീതാണ് ഭാരതം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്